എല്ലാ സുഹൃത്തുക്കൾക്കും ജി ട്രെയിൽസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര എറണാകുളത്ത് നിന്ന് 78 കിലോമീറ്റർ അകലെയുള്ള പൂയംകുട്ടി എന്ന വനത്താൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിലേക്കാണ്. തട്ടേക്കാടും മാമലക്കണ്ടവും ഇഞ്ചത്തൊട്ടി തൂക്കുപാലവുമൊക്കെ മുമ്പ് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇന്ന് പോകുന്നത് വ്യത്യസ്തമായ മറ്റൊരിടത്തേക്കാണ്. അതെന്താണെന്ന് വഴിയേ പറയാം. എറണാകുളത്ത് നിന്ന് തട്ടേക്കാട് വഴി കുട്ടമ്പുഴ റോഡിലൂടെയാണ് പൂയംകുട്ടിയിലേക്ക് യാത്ര തിരിച്ചത്. കാടെത്തുന്നതോടുകൂടി യാത്ര കൂടുതൽ രസകരമായി തുടങ്ങും. ഒരു മഴ കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. മഴയത്തെ കാടിനൊരു പ്രത്യേക സൗന്ദര്യം തന്നെ ഉണ്ടാകും. ഉയർന്നു നിൽക്കുന്ന മരങ്ങളും അതിലെ ഏറുമാടങ്ങളും ഒക്കെ കണ്ട് കുട്ടമ്പുഴ പൂയംകുട്ടി റോഡിലൂടെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്ക് കളപ്പാറ വ്യൂ പോയിന്റിന് സമീപമുള്ള വഴിയിൽ വാഹനം നിർത്തി. തുറസായ പുൽമേടും പാറകളുമുള്ള ഒരു പ്രദേശമാണിത്. ഫോട്ടോ എടുക്കാനും മറ്റും ധാരാളം ആൾക്കാർ ഇവിടെ വാഹനം നിർത്താറുണ്ട്. മാത്രമല്ല ഭൂതത്താൻകെട്ട അണക്കെട്ടിലേക്ക് ഇതുവഴി ഒരു വഴിയുണ്ട്. പുൽമേടിന് സമീപമുള്ള ചെങ്കൽപാതയിലൂടെ അല്പദൂരം ഉള്ളിലേക്ക് പോയി. വനത്താൽ ചുറ്റപ്പെട്ട പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ വഴികളാണ്. അല്പദൂരം ഉള്ളിലേക്ക് പോയി കുറച്ച് കാഴ്ചകൾ പകർത്തി ഞങ്ങൾ തിരികെ വന്നു. കുട്ടമ്പുഴ പൂയംകുട്ടി റോഡിലൂടെ യാത്ര തുടർന്നു. വനമേഖലയായതിനാൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ധാരാളമുള്ള സ്ഥലമാണിത്. അത് സൂചിപ്പിക്കുന്ന നിരവധി ബോർഡുകൾ റോഡരികിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് മിനി സ്വിറ്റ്സർലൻഡ് എന്ന ബോർഡ് കണ്ടത്. പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും അവയ്ക്കിടയിലൂടെയുള്ള കൈത്തോടുകളും പെരിയാർ നദിയുടെ സൗന്ദര്യവും ഒക്കെ ചേർന്ന് ഈ പ്രദേശത്തെ യഥാർത്ഥത്തിൽ ഒരു മിനി സ്വിറ്റ്സർലൻഡ് ആക്കിയിട്ടുണ്ട്. ധാരാളം റീലുകളിലൂടെ ഈ പ്രദേശം പ്രശസ്തവുമാണ്. അല്പം കോടമഞ്ഞുകൂടി ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. മൺസൂൺ സമയങ്ങളിൽ വെള്ളം കയറുന്നതിനാൽ വെള്ളമില്ലാത്ത പച്ചപ്പ് നിറഞ്ഞ സമയമാണ് സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യം. കുറച്ച് സമയം അവിടെ ചെലവിട്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇന്നത്തെ യാത്രയുടെ ഡെസ്റ്റിനേഷൻ പിന്നീട് പറയാമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ഇന്ന് ഞങ്ങൾ പോകുന്നത് കല്ലേലിമേട് എന്ന വനയോര ഗ്രാമത്തിലേക്കും കൊച്ചുകുത്ത് എന്ന വെള്ളച്ചാട്ടത്തിലേക്കുമാണ്. കല്ലേലിമേട് എന്ന ഗ്രാമത്തിലേക്ക് എത്തുന്നത് ബ്ലാവന എന്ന കടത്ത് കടന്നാണ്. ബ്ലാവന കടത്തും കടവും നിരവധി റീലുകളിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൂയംകുട്ടി ഗ്രാമത്തിലാണ് ബ്ലാവന ഫെറി സ്ഥിതി ചെയ്യുന്നത്. പൂയംകുട്ടി എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് പുലിമുരുകൻ എന്ന സിനിമയാണ്. വനത്താലും വന്യമൃഗത്താലും ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് പൂയംകുട്ടി. മാമലക്കണ്ടം, കുട്ടമ്പുഴ തുടങ്ങിയ നിരവധി വനയോര പ്രദേശങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. കാനന ഭംഗി ഇഷ്ടപ്പെടുന്ന നിരവധി സഞ്ചാരികൾ ഇന്ന് ഈ ഇടങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പെരിയാറിന്റെ കൈവഴിയായ പൂയംകുട്ടി നദി ഗ്രാമത്തെ ചുറ്റുമുള്ള വനമേഖലയിൽ നിന്ന് വേർതിരിക്കുന്നു. പൂയംകുട്ടി വനത്തിൽ 100-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വനപ്രദേശത്തെയും ഗ്രാമത്തെയും ബന്ധിപ്പിക്കുന്ന പൂയംകുട്ടി നദിക്ക് കുറുകെ ഒരു പാലമുണ്ട്. മഴക്കാലത്ത് ഈ പാലം വെള്ളത്തിനടിയിലാകും. വനത്തിലെ മണികണ്ഠൻചാൽ, വെള്ളാരംകുത്ത്, കല്ലേലുമേട് തുടങ്ങിയ ആദിവാസി മേഖലകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുവാനാണ് ഈ കടത്ത് പ്രധാനമായി ഉപയോഗിക്കുന്നത്. മഴക്കാലത്ത് പൂയംകുട്ടി നദി അപകടകരമായ നിലയിൽ ഒഴുകുമ്പോൾ ഈ ജങ്കാർ സർവീസ് ഉണ്ടാവുകയില്ല. രണ്ട് വള്ളങ്ങൾ ഒരുമിച്ച് കെട്ടിയാണ് ജങ്കാർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലൂടെ ജീപ്പ് കയറ്റിക്കൊണ്ടു പോകുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. നേര്യമംഗലം, ഭൂതത്താൻകെട്ട്, ഇഞ്ചത്തൊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയുടെ ഒരു ഭാഗമായും ഈ കടവിൽ ഇന്ന് ധാരാളം പേർ എത്തുന്നു. മ്ലാവുകൾ ധാരാളമുള്ള സ്ഥലമായതിനാൽ മ്ലാവന എന്ന പേര് പരിണമിച്ച് ബ്ലാവനയായി എന്നും പറയപ്പെടുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ വെള്ളം ഒരൽപ്പം കൂടുതലാണെങ്കിലും കുട്ടമ്പുഴയാറ് ശാന്തമായി ഒഴുകുകയാണ്. കടവ് വരെ കോൺക്രീറ്റ് റോഡിട്ടിട്ടുണ്ട്.
മരക്കുറ്റി അടിച്ച് തടിയിട്ട പരമ്പരാഗത രീതി തന്നെയാണ് കടവിന് ഉപയോഗിച്ചിരിക്കുന്നത്. വാഹനം കയറേണ്ട ഇരുമ്പിന്റെ ചാലുകൾ ഏറെക്കുറെ വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. പുഴ ശാന്തമാണെങ്കിലും മധ്യഭാഗത്ത് എത്തുമ്പോഴേക്കും ഒഴുക്കിന്റെ ശക്തി കൂടും. കടത്തിനെ ചലിപ്പിക്കാൻ തുഴക്കമ്പുകളും പിന്നീടുള്ള നീക്കത്തിന് കയറുകളും ആണ് ഉപയോഗിക്കുന്നത്. നദിക്കക്കരയും ഇക്കരയുമായി വലിയ വടം വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഒഴുക്കൽ ജങ്കാറിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് ഈ വടങ്ങളാണ്. ഇരുമ്പുചാലുകൾ ജങ്കാറിലേക്ക് വെക്കുന്നതും ജീപ്പ് അതിൽ കയറുന്നതുമൊക്കെ കൗതുകകരമായ കാഴ്ചകളാണ്. ജങ്കാർ ഇറങ്ങിയാൽ വീതി കുറഞ്ഞ വഴിയിലൂടെ കല്ലേലുമേട് എന്ന ഗ്രാമത്തിലേക്കുള്ള വഴി ആരംഭിക്കുകയാണ്. ഒരു ജീപ്പിന് കഷ്ടി പോകാനുള്ള വഴി മാത്രമാണ് അവിടെയുള്ളത്. കാടുകളും മലഞ്ചെരിവുകളും പിന്നിട്ട് ഒടുവിൽ കൊച്ചുകുത്ത് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ ദൃശ്യമായി തുടങ്ങുന്നു. തട്ടുതട്ടായി ഒരു ഫൗണ്ടൻ പോലെ ഒഴുകുന്ന നിലയിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. അടുത്തേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ ഭംഗി കൂടി വരികയാണ്. അരികിലൂടെ ഇറങ്ങി തൊട്ടടുത്ത് വരെ പോകാവുന്നതാണ്. കാടിനുള്ളിലൂടെ ഒഴുകി വന്ന് പാറക്കെട്ടുകളിലൂടെ പരന്ന് ചിന്നി ചിതറി ഒഴുകുന്ന ഇവയുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒഴുക്കിന്റെ ശക്തിയിൽ അവിടെ ആകെ ജലഗണങ്ങൾ നിറഞ്ഞ് ഒരു സ്വർഗീയ അനുഭൂതി ഉണ്ടാവുന്നു. അധികമാരും ഇപ്പോഴും എത്തുന്നില്ലെങ്കിലും സുന്ദരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് കൊച്ചുകുത്ത് വാട്ടർഫാൾസ്. കൊച്ചുകുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൂടെ യാത്ര കല്ലേലിമേട് എന്ന ഗ്രാമത്തിലെത്തി. 250ഓളം ആൾക്കാർ താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമം. അത്യാവശ്യം സാധനങ്ങൾ ലഭിക്കുന്ന കുറച്ച് കടകൾ മാത്രമുള്ള ഒരു കവലയിൽ ഞങ്ങൾ വണ്ടി നിർത്തി. 2-3 കടകൾ മാത്രം. ഒരു ചായക്കടയിൽ കയറി. സഹജൻ ചേട്ടന്റെ കടയാണ്. ചേട്ടനോട് നാട്ടുവിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ചേട്ടന്റെ പേരെങ്ങനെ? സഹജൻ. ചേട്ടാ എത്ര വർഷമായിട്ട് ഇവിടെ? 42 വർഷമായി. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 62. ചെറുപ്പത്തേക്ക് വന്നതാ. വീട് ഇവിടെ തന്നെ അല്ലേ? ഈ കാണുന്നതാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. മൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ടോ? ആണല്ലേ? 2-3-4 വീട് ഇപ്പൊ പൊളിച്ചു തുടങ്ങാനോ. ഓ അത് ശരി. ആൾക്കാർ ഇത്തിരി കുറവുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ എപ്പോഴും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആനയുടെ നല്ല ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? എന്നെ പല പറഞ്ഞിട്ട് തന്നെ കാര്യം നല്ല ബുദ്ധിമുട്ട്. പെൻഷൻ കഴിച്ചാലും അടുത്ത മരം ഉണ്ടെങ്കിൽ ആ മരം തള്ളിയിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഞാൻ ഇതിലെ കമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പിയുടെ അടുത്ത് അപ്പുറം മരം ഉണ്ടെങ്കിൽ ആ മരം പെൻഷനിലേക്ക് തള്ളിയിരുന്നു. അത് ശരി. ശരി. സഹജൻ ചേട്ടൻ അടക്കമുള്ള എത്രയോ ആൾക്കാർ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നു. വികസനം എത്തപ്പെടാതെ വന്യമൃഗങ്ങളെ ഭയന്ന് പരിമിതമായ ജീവിത സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ഇതുപോലെയുള്ള എത്രയോ പേർ കേരളത്തിൽ പലയിടത്തുമുണ്ട്. അവർക്ക് വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. തടസ്സമില്ലാത്ത വൈദ്യുതി, നല്ല റോഡ്, വന്യമൃഗങ്ങളിൽ നിന്നുള്ള രക്ഷ, ഇവയൊക്കെയാണ് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ. സഹജൻ ചേട്ടനോട് യാത്ര പറഞ്ഞ് തിരികെ ഇറങ്ങി. പലപ്പോഴും ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ആനകളുടെ മുമ്പിൽ പെടാറുണ്ട് എന്ന് ഡ്രൈവർ ഡോൺ സൂചിപ്പിച്ചു. ഞങ്ങൾ പകൽ സമയമാണ് പോയത്. രാവിലെകളിലും വൈകുന്നേരങ്ങളിലും സാധാരണ ആനിമൽ സൈറ്റിംഗ് ഉണ്ടാവാറുണ്ട്.
വഴിയിൽ എവിടെയോ വെച്ച് ഒരട്ട ഡോണിന്റെ ശരീരത്തിൽ കയറിയിരുന്നു. വാഹനം നിർത്തി അവനെ ഇറക്കി വിട്ടു. കല്ലേരിമേടിനോട് യാത്ര പറഞ്ഞ് തിരികെ ഇറങ്ങുകയാണ്. കാടും കാനന ഭംഗികളും ഇഷ്ടപ്പെടുന്നവർക്ക് ഒറ്റ ദിവസം കൊണ്ട് സന്ദർശിക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് ബ്ലാവനക്കടത്തും കൊച്ചുകുത്ത് വെള്ളച്ചാട്ടവും. ധാരാളം മൃഗങ്ങളുള്ള സ്ഥലമായതിനാൽ രാത്രികാല യാത്ര പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. വന്യമൃഗങ്ങളെ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് കാണാൻ കഴിയുക. മാമലക്കണ്ടം പോലെയുള്ള ഇടങ്ങളിൽ ഇപ്പോൾ ധാരാളം താമസ സൗകര്യങ്ങളും ലഭ്യമാണ്. അവിടങ്ങളിൽ താമസിച്ചുകൊണ്ടും ഇവിടം സന്ദർശിച്ച് പോകാവുന്നതാണ്. ജി ട്രയൽസിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുമല്ലോ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട യാത്രകൾക്കും കാഴ്ചകൾക്കുമായി ജി ട്രയൽസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു യാത്രയുമായി വീണ്ടും കാണാം.